10 വയസ്സുള്ള ഒരു കുട്ടി തന്റെ അടുത്ത സുഹൃത്തിന്റെ മരണം സ്വന്തം മനസ്സിലൂടെ അനുഭവിക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? ആ ഒരു സംഭവം ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു. പിന്നീട് അവൾ മാറൽ ചരിത്രത്തിലെ ഏറ്റവും ശക്തരും ഏറ്റവും അപകടകാരിയുമായ കഥാപാത്രങ്ങളിൽ ഒരാളായി മാറി. ആ പെൺകുട്ടിയായിരുന്നു ജീൻ ഗ്രേ. എന്നാൽ ജീൻ ഗ്രേ എങ്ങനെയാണ് ഡാർക്ക് ഫീനിക്സ് ആയി മാറിയത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ജീൻ ഗ്രേ ജനിച്ചത് ന്യൂയോർക്കിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു. അച്ഛൻ ജോൺ ഗ്രേ, അമ്മ എലൈൻ ഗ്രേ. ചെറുപ്പത്തിൽ അവൾ മറ്റെല്ലാ കുട്ടികളെയും പോലെ ഒരു സാധാരണ ജീവിതമാണ് നയിച്ചിരുന്നത്. പക്ഷേ വിധി അവൾക്കായി മറ്റൊന്നായിരുന്നു കരുതി വെച്ചത്. ജീനിന് ഏകദേശം 10 വയസ്സുള്ളപ്പോൾ അവളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ച ഒരു സംഭവം നടന്നു. അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആനി റിച്ചാർഡ്സൺ ഒരു കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ജീൻ അവളെ രക്ഷിക്കാൻ ഓടിയെത്തി. എന്നാൽ അപ്പോഴാണ് ജീന്റെ മ്യൂട്ടന്റ് ശക്തികൾ ആദ്യമായി ആക്റ്റീവ് ആവുന്നത്. അവളുടെ ടെലിപത്തിക് പവർ ആദ്യമായി ആക്റ്റീവായി. ആനിയുടെ മനസ്സുമായി ജീൻ ബന്ധപ്പെട്ടു. അതോടെ ആനിയുടെ അവസാന നിമിഷങ്ങൾ, അവളുടെ വേദന, അവളുടെ ഭയം, ഒടുവിൽ അവളുടെ മരണം വരെ ജീൻ നേരിട്ട് അനുഭവിച്ചു. ഒരു 10 വയസ്സുകാരിക്ക് സഹിക്കാനാവാത്ത അനുഭവമായിരുന്നു അത്. ആ സംഭവത്തിന് ശേഷം ജീൻ മാനസികമായി തകർന്നുപോയി. അതിനെക്കുറിച്ച് അറിഞ്ഞ പ്രൊഫസർ ചാൾസ് സേവിയർ ഉടൻ ജീനെ കണ്ടെത്തി. ജീൻ ഒരു സാധാരണ മ്യൂട്ടന്റ് അല്ലെന്ന് സേവിയറിന് മനസ്സിലായി. അവൾക്ക് ടെലിപത്തിക് പവർ മാത്രമല്ല, ടെലികൈനസിസ് എന്ന അപൂർവ ശക്തിയും ഉണ്ടായിരുന്നു. സ്വന്തം മനസ്സുകൊണ്ട് വസ്തുക്കളെ നിയന്ത്രിക്കാനും ഉയർത്താനും അവൾക്ക് സാധിക്കും. എന്നാൽ ഇതിലും വലിയൊരു കാര്യം സേവിയർ തിരിച്ചറിഞ്ഞു. ജീന്റെ യഥാർത്ഥ ശക്തി അവളുടെ പ്രായത്തിനും നിയന്ത്രണത്തിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് സേവിയർ തന്റെ ടെലിപതി കഴിവ് ഉപയോഗിച്ച് ജീന്റെ മനസ്സിൽ മാനസിക ബാരിയർ സൃഷ്ടിച്ചു. അവളുടെ യഥാർത്ഥ ശക്തിയുടെ വലിയൊരു ഭാഗം താൽക്കാലികമായി അടച്ചിട്ടു. അന്ന് അത് ശരിയായ തീരുമാനമാണെന്ന് തോന്നിയെങ്കിലും പിന്നീട് അതുതന്നെയാണ് മാർവൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾക്ക് കാരണമായത്. പിന്നീട് ജീൻ സേവിയറിന്റെ സ്കൂൾ ഓഫ് ഗിഫ്റ്റഡ് യങ്സ്റ്റേഴ്സ് എന്ന സ്കൂളിൽ ചേർന്നു. അവിടെ സൈക്ലോപ്സ്, ബീസ്റ്റ്, ഏഞ്ചൽ, ഐസ്മാൻ എന്നിവരോടൊപ്പം ആദ്യ എക്സ്മെൻ ടീമിലെ അംഗമായി. പരിശീലനത്തിലൂടെ ജീൻ തന്റെ ശക്തികളെ കൂടുതൽ നിയന്ത്രിക്കാൻ പഠിച്ചു. അതോടൊപ്പം സൈക്ലോപ്സുമായുള്ള സൗഹൃദം പിന്നീട് പ്രണയമായി മാറി. മാർവൽ കോമിക്സിലെ ഏറ്റവും പ്രശസ്തമായ പ്രണയകഥകളിൽ ഒന്നാണ് ജീൻ ഗ്രേയുടെയും സൈക്ലോപ്സിന്റെയും ബന്ധം. കാലങ്ങൾ കടന്നു പോകുമ്പോൾ ജീന്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ജീൻ ഗ്രേയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് വന്നത് ഒരു ബഹിരാകാശ ദൗത്യത്തിലൂടെയാണ്. ഒരു സ്പേസ് മിഷനിൽ എക്സ്മെൻ ടീം അപകടത്തിൽപ്പെടുന്നു. അതിശക്തമായ സോളാർ റേഡിയേഷൻ അവരെ എല്ലാവരെയും ജീവൻ അപകടത്തിലാകുന്നു. ടീമിനെ രക്ഷിക്കാൻ ജീൻ സ്വയം മുന്നോട്ട് വരുന്നു. ആ സമയത്താണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ കോസ്മിക് എൻറ്റിറ്റികളിൽ ഒന്നായ ഫീനിക്സ് ഫോഴ്സ് ജീൻ ഗ്രേനെ ഹോസ്റ്റായി തിരഞ്ഞെടുക്കുന്നത്. ഫീനിക്സ് ഫോഴ്സ് ഒരു സാധാരണ ശക്തിയല്ല, സൃഷ്ടിയുടെയും നാശത്തിന്റെയും പ്രതീകമാണത്. ജീവനും മരണവും വരെ സ്വാധീനിക്കാൻ കഴിയുന്ന കോസ്മിക് ഫോഴ്സ്. ജീൻ അതുമായി ഒന്നായതോടെ അവളുടെ ശക്തി അളക്കാനാവാത്ത നിലയിലേക്ക് ഉയർന്നു. അവൾ ഫീനിക്സ് ആയി മാറി. ആദ്യകാലത്ത് ജീൻ തന്റെ പുതിയ ശക്തി ഉപയോഗിച്ച് ആളുകളെ രക്ഷിക്കുകയും എക്സ്മെനെ സഹായിക്കുകയും ചെയ്തു. എന്നാൽ ഇത്ര വലിയ ശക്തി നിയന്ത്രിക്കുക എളുപ്പമല്ലായിരുന്നു. പുതിയ ഫീനിക്സ് ഫോഴ്സ് ജീന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ തുടങ്ങി. അവളുടെ വികാരങ്ങൾ നിയന്ത്രണാതീതമായി. കോപവും വേദനയും ശക്തിയുള്ള ആഗ്രഹവും ഒരുമിച്ച് ചേർന്നപ്പോൾ ജീൻ ഗ്രേ മാറി ഡാർക്ക് ഫീനിക്സ് ആയി മാറി. ഡാർക്ക് ഫീനിക്സ് ആയതിനു ശേഷം നടന്ന സംഭവങ്ങൾ മാർവൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. ഒരു നക്ഷത്രത്തെ മുഴുവൻ ആഗീകരണം ചെയ്ത് ഡാർക്ക് ഫീനിക്സ് അതിനെ ചുറ്റിപ്പറ്റിയിരുന്ന സോളാർ സിസ്റ്റം മുഴുവൻ നശിപ്പിച്ചു. ബില്യൺ കണക്കിന് ജീവൻ ആ ഒരൊറ്റ സംഭവത്തിൽ നഷ്ടമായി. അതോടെ മുഴുവൻ പ്രപഞ്ചവും ഡാർക്ക് ഫീനിക്സിനെ ഭയക്കാൻ തുടങ്ങി. എക്സ്മെൻ മാത്രമല്ല, ഷിയാർ എംപയർ ഉൾപ്പെടെ നിരവധി കോസ്മിക് ശക്തികൾ പോലും ജീൻ ഗ്രേനെ തടയാൻ ഒരുമിച്ചു. ഒടുവിൽ ജീൻ ഗ്രേക്ക് ഒരു സത്യം മനസ്സിലായി. തന്റെ ശക്തി നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനിയും അനേകം നിരപരാധികൾ മരിക്കും. അതുകൊണ്ട് അവൾ സ്വന്തം ജീവൻ ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ഡാർക്ക് ഫീനിക്സ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് ജീൻ ഗ്രേയുടെ കഥ അവിടെ അവസാനിച്ചിരുന്നില്ല. മാർവൽ കോമിക്സിൽ അവൾ പലതവണ മരിക്കുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജീൻ ഗ്രേയുടെ പ്രധാന ശക്തികളെക്കുറിച്ച് നോക്കാം. ടെലിപതി ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനും അവരുടെ ഓർമ്മകൾ മാറ്റാനും മാനസികമായി ആക്രമിക്കാനും കഴിയും. ടെലികൈനസിസ് ഉപയോഗിച്ച് വലിയ കെട്ടിടങ്ങൾ വരെ ഉയർത്താനും തകർക്കാനും കഴിയും. ഫീനിക്സ് ഫോഴ്സ് ലഭിച്ചതോടെ അവൾക്ക് കോസ്മിക് എനർജി നിയന്ത്രിക്കാനും പറക്കാനും മാറ്റർ മാനിപ്പുലേഷൻ നടത്താനും മരിച്ച ശേഷം വീണ്ടും ജീവിക്കാനും റിയാലിറ്റി വരെ സ്വാധീനിക്കാനും കഴിയുന്ന ശക്തി ലഭിച്ചു. അതുകൊണ്ടാണ് മാർവൽ കോമിക്സിൽ ജീൻ ഗ്രേ ഒരു ഒമേഗ ലെവൽ മ്യൂട്ടന്റായി കണക്കാക്കപ്പെടുന്നത്. ജീൻ ഗ്രേയുടെ കഥ ഒരു സൂപ്പർ ഹീറോയുടെ കഥ മാത്രമല്ല, സ്വന്തം ശക്തിയും വിധിയും തമ്മിൽ പോരാടേണ്ടി വന്ന ഒരു കഥയാണ്. ഒരു ചെറിയ കാർ അപകടത്തിൽ തുടങ്ങി പിന്നീട് ഡാർക്ക് ഫീനിക്സ് എന്ന നിലയിലേക്ക് വളർന്ന് മാർവൽ കോമിക്സിലെ ഏറ്റവും ഐക്കോണിക് കഥാപാത്രങ്ങളിൽ ഒരാളായി മാറി. ഇപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ റിലീസ് ആയതോടെ സാഡി സിംഗ് അവതരിപ്പിച്ച കഥാപാത്രത്തെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും ഏകദേശം ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. മാർവൽ ഈ ഒരു സിനിമ റിലീസ് ആക്കുന്നതിന് മുമ്പ് ആ കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റി വലിയൊരു സർപ്രൈസ് ആയി സൂക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആരാധകരുടെ ശ്രദ്ധ മുഴുവൻ ജീൻ ഗ്രേയിലേക്കാണ്. ഇത് എക്സ്മെന്റെ MCU യാത്രയുടെ തുടക്കമാണെങ്കിൽ വരാനിരിക്കുന്ന അവഞ്ചേഴ്സ് സിനിമകളിലും മ്യൂട്ടന്റ് സാഗയിലും ജീൻ ഗ്രേ വളരെ നിർണായകമായ കഥാപാത്രമാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ ഡാർക്ക് ഫീനിക്സ് കഥയും MCUയിൽ നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ സാഡി സിംഗിന്റെ ജീൻ ഗ്രേ എന്നുള്ള ക്യാരക്ടർ MCUയിൽ അങ്ങനെ ആയിരിക്കും ഇനി ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന് നിങ്ങളുടേതായിട്ടുള്ള ഫാൻ തിയറീസും കാര്യങ്ങളും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്ന നമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്.